ഹലോ, ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ക്യാരറ്റ് പുട്ടാവട്ടെ എന്ന് വിചാരിച്ചു. ഇതാകുമ്പോഴത്തേക്കും സത്യത്തിൽ കറി ഒന്നും തന്നെ ആവശ്യമില്ല, ജസ്റ്റ് ഇതങ്ങ് കഴിക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ പഴവും കൂടി ചേർത്തിട്ടാണ് ഇത് കഴിച്ചത്. അപ്പോൾ ക്യാരറ്റ് പുട്ടൊക്കെ ആയപ്പോഴത്തേക്ക് അന്നൊരു വെറൈറ്റിക്ക് ചിരട്ടപ്പുട്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ആ സ്റ്റീലിൻ്റെ സാധനം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഒറിജിനൽ നമ്മുടെ ചിരട്ട തന്നെ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കണ്ണില്ലേ അതൊന്ന് കുത്തി പൊട്ടിച്ചിട്ട് അതിലാണ് നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കിയെടുത്തത്. കാണാൻ നല്ല ഭംഗിയല്ലേ? ഞാനിവിടെ ആ 2 കുറ്റി പുട്ടാണ് ഉണ്ടാക്കിയത് ചിരട്ടയിൽ. അതിനുള്ള സാധനങ്ങളാണ് ഈ കാണിക്കുന്നത്. ആ 2 ചെറിയ ക്യാരറ്റ്, പിന്നെ നമ്മൾ തേങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഞാൻ ഈ ഒരു രീതിയിൽ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അങ്ങനെ നമ്മൾ ആ 2 ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്തത്, അരിപ്പൊടിയല്ല ഇത്. അരിപ്പൊടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കളർ കിട്ടും. 2.5 ടേബിൾ സ്പൂൺ ആണ്, ടീസ്പൂൺ അല്ല. അത്രയുമാണ് ഞാൻ ആ ഗോതമ്പ് പൊടി എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടേസ്റ്റിന് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കാം. ഇനിയിപ്പോൾ അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര അങ്ങ് ഒഴിവാക്കിയേക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അധികം വെള്ളമൊന്നും കോരി ഒഴിക്കരുത്. ഇതല്ലാതെ തന്നെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ റെഡിയായി കിട്ടും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് കയ്യിൽ വെള്ളം എടുത്തൊന്ന് കുടഞ്ഞാൽ മതി. അങ്ങനെ ഞാനിവിടെ അത് കൈകൊണ്ട് തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നന്നായിട്ട് തേങ്ങ ചേർത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ ഈ ചിരട്ട എടുത്തിട്ട് അതിൻ്റെ ആ കണ്ണുള്ള ഭാഗം കുത്തി പൊട്ടിച്ചതാണ്. പക്ഷെ കുറച്ചും കൂടി അത് വലുതാക്കണമായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. കുറച്ചും കൂടി വലുതാക്കിയാലേ ആ കുക്കറിലേക്ക് ശരിക്ക് കയറുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്കത് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ആദ്യം തേങ്ങ ഇട്ടു, പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ പുട്ടിൻ്റെ മിക്സ്ചർ ചേർത്തു. പിന്നെ ഏറ്റവും മുകളിൽ വീണ്ടും തേങ്ങയാണ് ഞാൻ ചേർത്തത്. അത് വേണമെങ്കിൽ 2-3 ലെയറായിട്ടൊക്കെ വേണമെങ്കിൽ വയ്ക്കാം. ഇനി നമ്മളൊരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ചൂടാക്കാൻ വെച്ചു. അത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വെയിറ്റ് ഇടുന്നില്ല. അതിന് പകരം അവിടെ ആവി വരുമ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ ഈ ചിരട്ട ആ ഹോളുള്ള ഭാഗം കുത്തി വയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല അവിടെ കുറച്ചും കൂടി വലിയ ഹോൾ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കങ്ങ് കുത്തി അകത്തേക്ക് അങ്ങ് താഴ്ത്തി വെക്കാൻ പറ്റിയില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ആവി കറക്റ്റായിട്ട് ആ തേങ്ങയുടെ ഉള്ളിലേക്ക്, ചിരട്ടയുടെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് വെക്കാൻ പറ്റിയത്. മുകളിൽ ഞാനൊരു മൂടി വെച്ച് ഇങ്ങനെ മൂടി വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആവിയിൽ ഒരു 5-6 മിനിറ്റ് വെച്ചിട്ട് എനിക്ക് പുട്ട് റെഡിയായി കിട്ടിയായിരുന്നു. പിന്നെ നമ്മളത് എടുത്തിട്ട് പതുക്കെ നമ്മളെ പാത്രത്തിലേക്ക് വെക്കുകയാണ്. ഇത് ഞാൻ ആദ്യം ജസ്റ്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇനി നമുക്കത് കമത്തിയിട്ട് ചിരട്ടയിൽ നിന്ന് ഊരിയെടുക്കാം. നല്ല ചൂടാണ്, എൻ്റെ കൈ പൊള്ളി. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അരിപ്പൊടി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ആ ഓറഞ്ച് കളർ മനസ്സിലായേനെ എന്ന് എനിക്ക് തോന്നുന്നു. ഗോതമ്പൊടി ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു കളർ കൂടി അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും തന്നെ ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ നമുക്കൊന്ന് കുഴച്ച് കഴിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. താങ്ക് യു.